തുടങ്ങി എവിടെ പോയി കിടക്കുമോ എന്താ നീ കെട്ട് കഴിച്ചു തുടങ്ങാൻ നേരമായി കിടന്ന് എന്താ താമസം എന്താ ഇതെന്തോ പാൻ്റൊക്കെ ഇട്ടോണ്ട് ഇന്നലെ അടിച്ച് സെറ്റായിട്ട് അമ്പലത്തിൽ പോയി തുള്ളി പിന്നെ നോക്കിയപ്പോ മുണ്ടുമില്ല കോണകുമില്ല ഒന്നുമില്ല പിന്നെ 2 പാടൽ വെട്ടി വെച്ചിട്ടാ വീട്ടിൽ പോയത് ഇതാകുമ്പോ അടിച്ചിട്ട് റോഡിൽ കിടന്നാലും ഒരു കുഴപ്പമില്ല ആ മാന്യമായിട്ടൊരു മൂല കിടക്കാം ആർക്കും ഒരു ശല്യമില്ല ഇതെന്തുവാ ഇത് ഇന്നലെ ഡാൻസ് കളിച്ച് ഒരു ചേച്ചിയുടെ തോളത്ത് കഴിഞ്ഞ് മുട്ടിയത് മാത്രം ഓർമ്മയുണ്ട് രാവിലെ അപ്പൊ കൈ ഇങ്ങനെ ഇരിക്കുക അവര് മാല പൊട്ടിക്കാൻ ചെന്നതെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചങ്ങ് തിരിച്ചു കളഞ്ഞു ഇവനെന്തോ കഴിക്കാൻ കൊടുക്കുന്നത് കുടിക്കാൻ കടപ്പുറം വാറ്റ് ഓ ഇപ്പൊ എന്തൊരു മാന്യൻ ഇന്നലെ എന്തുവായിരുന്നു അടിച്ച് ഓഫായി ഇന്നലെ നീയൊക്കെ അടിച്ച് സെറ്റായിട്ട് ഗാനമേളയ്ക്ക് ഇടം തുള്ളി എനിക്കൊരു തുള്ളി സാധനം നിങ്ങൾ തന്നില്ല ഇന്നത്തേക്ക് വല്ലതും ഉണ്ടോ എവിടെ വെച്ച് അവിടെ ചെന്നിട്ട് സാധനം ഇല്ലെന്നും പറയരുത് ഓ എന്തോ പറയാനാടാ ഉള്ളതെല്ലാം വിറ്റും പെറുക്കിയും ലോൺ എടുത്തും കാനഡയ്ക്ക് പോവുക അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലമുണ്ടോ കെട്ടുകാഴ്ചയുണ്ടോ ഗാനമേളയുണ്ടോ ആർക്കറിയാം ഓരോരോ അവസ്ഥയും അമ്പലമുണ്ട് കെട്ടുകാഴ്ചയുണ്ട് നീ മാത്രമില്ല അത് കുഴപ്പമില്ല ഞങ്ങൾ ആഘോഷിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നിനക്ക് അയച്ചു തരാം അതെ നീ അവിടെ പോയി ആഹ്ലാദിച്ചാൽ മതി ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്താണ് ഇങ്ങനെ നോക്കുന്നത് ഇപ്പൊ എന്തൊരു മാന്യൻ ഇന്നലെ എന്തുവായിരുന്നു ഗാനമേളയ്ക്ക് അടിച്ച് കോലച്ച് അവിടെ കിടന്ന് തുള്ളി വാരി മെഴുകി അങ്ങോട്ട് മാറാവോ ഞാൻ ഓടിക്കാൻ വേണ്ടി സമയം 6:45 കഴിഞ്ഞു ഇപ്പൊ അങ്ങനെ എത്തും അവിടെ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ കെട്ടുകാഴ്ചയും കഴിഞ്ഞ് നാടൻ പാട്ടും കഴിഞ്ഞ് എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ച് വിടും പോട്ടെ ഓടിക്കാന്ന് പറഞ്ഞു നമ്മളവിടെ കെട്ടുകാഴ്ച കാണുകയും ചെയ്യും അതിന് 2 സ്റ്റെപ്പ് വെക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാനമേളയും കാണും അവിടെ 2 സ്റ്റെപ്പ് വെക്കും ഇതൊക്കെയാടാ ഒരു സന്തോഷം നാരങ്ങ വെള്ളം അല്ല ഈ അമ്പലത്തിലെ പരിപാടിയും കെട്ടുകാഴ്ചയും യുകെയിലും കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മിസ് ചെയ്യും ഇവിടെ അതിന് ഇയാളെ ആരാണ്ട് നിർബന്ധിച്ച് കയറ്റിവിടുന്നൊന്നും അല്ലല്ലോ വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോടാന്ന് പറഞ്ഞപ്പോൾ വീട് പണയം വെച്ച് UK പോകുന്നവനാണ് ഈ ഡയലോഗ് അടിക്കുന്നത് അതെ ഇയാള് മറ്റേ പഠിക്കുന്നതിന്റെ വിസക്കല്ലേ കയറി പോകുന്നത് അതിന് അല്ല പഠിത്തം കഴിയുമ്പോ അവരിഞ്ഞ് കയറ്റിവിടും പിന്നെ നാട്ടിൽ വന്ന കൂലിപ്പണി തന്നെ ചെയ്യേണ്ടി വരും